പ്രൈസ് ദി ലോർഡ്. അനുഗ്രഹിക്കപ്പെട്ട പ്രഭാതയാമത്തെ ഓർത്ത് കർത്താവിനെ സ്തുതിക്കുന്നു. ചില ദിവസങ്ങളിലായി അമേരിക്കയുടെ ചില ഭാഗത്തായിരിക്കുന്നത് കൊണ്ട് തക്ക സമയത്ത് ദൈവവചനം പ്രഭാത വചനം അപ്ലോഡ് ചെയ്യുന്നതിന് ചില താമസങ്ങൾ നേരിട്ടിട്ടുണ്ട്, ചില വീഴ്ചകൾ വന്നിട്ടുണ്ട്. ദൈവമക്കൾ ഏവരും കർത്തൃനാമത്തിൽ ക്ഷമിക്കുക. പെന്തക്കോസ്റ്റ് മെസ്സഞ്ചർ യൂട്യൂബ് ചാനലിൽ കൂടെ പ്രഭാത സന്ദേശം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ക്രിസ്തുയേശുവിൻ്റെ ധന്യനാമത്തിൽ വന്ദനം ചെയ്യുന്നു. നമുക്ക് ദൈവത്തിൻ്റെ വചനം ഇന്ന് ധ്യാനിപ്പാൻ കർത്താവ് തന്ന ഭാഗം ലൂക്കോസിൻ്റെ സുവിശേഷം 17-ാം അധ്യായം 9-ാം വാക്യം. തന്നോട് കൽപ്പിച്ചത് ദാസൻ ചെയ്തതുകൊണ്ട് അവന് നന്ദി പറയുമോ? ദൈവത്തിന് സ്തോത്രം. ഇന്ന് ലോകം നേരിടുന്ന ഏറ്റവും വലിയ ഒരു പ്രതിസന്ധിപരമായ ഒരു ചിന്താഗതി, മനുഷ്യ ഹൃദയങ്ങളെ ഭാരപ്പെടുത്തുന്ന ഒരു വിഷയം. എന്തെല്ലാം ഉപകാരങ്ങൾ ഓരോരുത്തർക്ക് നമ്മൾ ചെയ്യുന്നു, അവർ ഒരു നന്ദി വാക്ക് പറഞ്ഞില്ലല്ലോ. ഒരു താങ്ക്സ് എന്നൊരു വാക്ക് പോലും പറയാഞ്ഞതുകൊണ്ട് നമ്മുടെ ഹൃദയം വളരെയധികം ഭാരപ്പെടും. യെസ്, ഇതൊക്കെ മുൻ കണ്ടുകൊണ്ട് ദൈവമക്കൾക്കൊരു പാഠമായി, അനുഭവമായി അനുവർത്തിക്കുവാൻ കർത്താവ് പറഞ്ഞ ഭാഗം നോക്കൂ. തന്നോട് കൽപ്പിച്ചത് ദാസൻ ചെയ്തതുകൊണ്ട് അവന് നന്ദി പറയുമോ? കർത്താവ് നമ്മെ ദാസന്മാരാക്കിയിരിക്കുകയാണ്. നാം മറ്റുള്ളവർക്ക് എന്ത് ചെയ്തിരുന്നാലും, ഉപകാരം ചെയ്താലും, എന്തെല്ലാം സഹായങ്ങൾ നമ്മൾ ചെയ്തിരുന്നാലും ശരി, ദൈവം അത് ചെയ്യുവാൻ വേണ്ടി നമ്മെ ദാസന്മാരായി നിയോഗിച്ചിട്ടുള്ള ഒരു വലിയ ആലോചനയാണ് ദൈവത്തിൻ്റെ വചനം ഈ പ്രഭാതത്തിൽ നമുക്ക് നൽകുന്നത്. എന്നാൽ ദാസൻ്റെ പരിവേഷം വിട്ട് നാം യജമാനൻ്റെ പരിവേഷത്തിലേക്ക് ചിന്താഗതി ഉയർത്തുമ്പോൾ അവിടെ നമ്മെ ഭാരപ്പെടുത്തുന്ന പല ഭാഗങ്ങളും നമ്മുടെ ജീവിതത്തിൽ വന്നുകൂടും. അതാണ് ഇന്ന് ലോകം നേരിടുന്ന ഏറ്റവും വലിയൊരു പ്രശ്നം. ലോകത്തിൽ പരിഹരിക്കാൻ കഴിയാത്ത വലിയൊരു ഇഷ്യൂ അവിടെയാണ്. മനുഷ്യൻ ദാസനായിരിക്കുവാൻ ആഗ്രഹിക്കുന്നില്ല. മനുഷ്യൻ മനുഷ്യർക്ക് ദാസനാകുന്ന വിഷയത്തെക്കുറിച്ചല്ല നമ്മുടെ കർത്താവ് തൻ്റെ വചനത്തിൽ കൂടെ അരുളി ചെയ്യുന്നത്. എന്നാൽ നാം ദൈവത്തിന് ദാസന്മാരായിരിക്കുമ്പോൾ ദൈവം നമുക്ക് പല നിയോഗങ്ങളും നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരും. അനേകരെ സഹായിക്കുവാൻ, അനേകർക്ക് ഉപകാരം ചെയ്യുവാൻ. ഈ അനേകർ എന്ന് പറയുന്നതായ ഭാഗങ്ങളൊക്കെയും അവർ ദൈവത്തിൻ്റെ മക്കളാണ്. ദൈവം ഒരു മനുഷ്യനെ സഹായിക്കുന്നത് സ്വർഗത്തിൽ നിന്ന് നൂലിറക്കി സഹായിക്കുകയല്ല. ദൈവം ഒരു മനുഷ്യനെ ഉയർത്തുന്നത് സ്വർഗത്തിൽ നിന്ന് നൂലിറക്കി ഉയർത്തുകയല്ല. ദൈവം നിയോഗിച്ചാക്കിയതായ അനേക ദാസന്മാർ ഈ ഭൂമിയുടെ ഇതര ഭാഗങ്ങളിലുണ്ട്. ആത്മീകമായ കണ്ണുകളോടുകൂടെ നമ്മൾ നോക്കിയാൽ അങ്ങനെ ദൈവം നിയോഗിച്ചിരിക്കുന്നതായ അനേക ദാസന്മാരെ നമ്മുടെ കൺമുമ്പിൽ നമുക്ക് കാണുവാൻ കഴിയും. പ്രൈസ് ദി ലോർഡ്. എന്നാൽ നമുക്ക് ആ ഉദ്യോഗം, നമുക്ക് ദൈവം നൽകിയിരിക്കുന്നതായ ഉദ്യോഗം നമുക്ക് സന്തോഷമാകാതെ വരുമ്പോൾ, നമുക്ക് നന്ദിപൂർവം, ദൈവത്തോട് നന്ദിപൂർവം ആദരപൂർണമായി അതിനെ അക്സെപ്റ്റ് ചെയ്യാൻ കഴിയാതെ വരുമ്പോൾ നമ്മളിൽ യജമാനൻ്റെ പരിവേഷം രൂപം കൊള്ളുന്നു. അങ്ങനെ രൂപം കൊണ്ട് നമ്മെ വളരെ മാനസിക സമ്മർദ്ദത്തിലേക്ക് കൊണ്ടുപോകും. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. പല ഉപകാരങ്ങളിൽ കൂടെ മനുഷ്യൻ ഭാരപ്പെടുന്ന വിഷയങ്ങളെ മനസ്സിലാക്കിക്കൊണ്ട് നമ്മുടെ കർത്താവ് പല ഉദാഹരണങ്ങളിൽ കൂടെ ആ വിഷയത്തെ തൻ്റെ ശിഷ്യന്മാർക്ക് മനസ്സിലാക്കി കൊടുക്കുന്നു. നിങ്ങൾക്കൊരു ദാസൻ ഉണ്ടെങ്കിൽ അവൻ നിലത്തിലെ വേലയെല്ലാം ചെയ്തിട്ട് ക്ഷീണിച്ച് ഭവനത്തിലേക്ക് വരുമ്പോൾ നിങ്ങൾ ആരെങ്കിലും പറയുമോ, വന്ന ഊണിനിരിക്കുക, കുളിച്ചൊരുങ്ങി വരിക, ഞാൻ നിനക്ക് ഭക്ഷണം തരാമെന്ന് നിങ്ങൾ ആരെങ്കിലും പറയുമോ? ഇല്ല. എന്നാൽ നിങ്ങൾ പറയുന്നത്, എനിക്കും കൂടെ അത്താഴമൊരുക്കുക, ഞാൻ തിന്നു കുടിച്ചു തീരുവോളം അരകെട്ടി എനിക്ക് ശുശ്രൂഷ ചെയ്യുക, പിന്നെ നീയും തിന്നു കുടിച്ചു കൊള്ളുക എന്ന് പറയുകയില്ലയോ? പ്രൈസ് ദി ലോർഡ്. തികച്ചും ഒരു അടിമ എങ്ങനെ
യജമാനൻ്റെ വീട്ടിൽ അനുഭവിക്കുന്ന യാതന, ആ വളരെ സങ്കടകരമായ അവസ്ഥ, അത് കർത്താവ് വളരെ വ്യക്തമായി എടുത്തു കാണിക്കുകയാണ്. അങ്ങനെ ഒരു അടിമ ഭൂമിയിൽ യജമാനന് കീഴിൽ അനുഭവിക്കുന്ന വേദനയെ ആത്മീകമായ ശുശ്രൂഷയോടുള്ള ബന്ധത്തിൽ കർത്താവ് ചേർത്തിണക്കി നമ്മെ പഠിപ്പിക്കുകയാണ്. നാം ക്രിസ്തുവിന് അടിമയാണ്, ദൈവത്തിന് അടിമയാണ്. നമ്മുടെ ക്ഷീണമോ നമ്മുടെ പ്രയാസമോ ദുഃഖമോ ഭാരമോ ഒന്നും മനസ്സിലാക്കാതെ നമ്മളെ ഏൽപ്പിച്ച നിയോഗങ്ങളുടെ പൂർത്തീകരണത്തിനായി ദൈവം നമ്മെ വീണ്ടും വീണ്ടും ഭാരപ്പെടുത്തുന്നു. അതിൻ്റെ അർത്ഥം ദൈവം നമ്മെ സ്നേഹിക്കുന്നില്ലെന്നാണോ? അതിന് പ്രതിഫലം എപ്പോഴാണ് നമുക്ക് കിട്ടുന്നതെന്ന് നമ്മുടെ ചിന്തയിൽ ഒരു വലിയൊരു ധാര പൊങ്ങി വന്നേക്കാം. അവരെ മാനിക്കുന്നതിന് വേണ്ടിയാണ് കർത്താവ് വീണ്ടും വരുന്നത്. നല്ല ശമരിയക്കാരൻ്റെ ആ കഥയിൽ ആ സത്രക്കാരനോട് കർത്താവ് പറഞ്ഞതായ വാക്ക് ഒന്ന് ശ്രദ്ധിച്ചു നോക്കൂ. അല്ലയോ സത്രക്കാര, നിനക്ക് ജീവനും ഭക്തിക്കും ഉള്ളതായ 2 കാശ് ഞാൻ നിനക്ക് തന്നിട്ടുണ്ട്. നിന്റെ കയ്യിൽ നിന്ന് അധികമായി ഓവർ ടൈം എന്തെങ്കിലും ചെയ്ത് ഞാൻ രക്ഷിച്ചു കൊണ്ടുവന്ന് നിന്റെ സത്രത്തിലാക്കിയിരിക്കുന്ന ഇവന് വേണ്ടി നീ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ I will pay you back when I am back. ഞാൻ നിനക്ക് തിരികെ വരുമ്പോൾ തരാം. പ്രൈസ് ദി ലോർഡ്. കർത്താവ് തിരികെ വരുമ്പോൾ അനേക കണക്കുകൾ തീർക്കാൻ ദൈവസന്നിധിയിൽ ഒരു വലിയൊരു ലിസ്റ്റുമായിട്ടായിരിക്കും വരുന്നത്. ദൈവത്തിൻ്റെ വചനം ഈ പ്രഭാതത്തിൽ നമ്മെ ധരിപ്പിക്കുന്നത്, നാം ക്രിസ്തുവിന് ദാസന്മാരായി നമ്മുടെ ചിന്താഗതിയെ മാറ്റുമ്പോൾ, ദൈവത്തിന് ദാസന്മാരായി നമ്മുടെ ചിന്താഗതിയെ മാറ്റുമ്പോൾ എന്തൊന്നില്ലാത്ത സമാധാനം, നാം ഭാരപ്പെട്ടിട്ടുള്ള അനേക വിഷയങ്ങളുടെ മുൻപിൽ എന്തൊന്നില്ലാത്ത സമാധാനം നമ്മെ തേടി വരും. ദൈവത്തിന് സ്തോത്രം. നമ്മുടെ പ്രയാസങ്ങളെല്ലാം മാറും, പരാതികളൊന്നുമില്ല. ഒരുപക്ഷെ നമ്മളിൽ നിന്നും നന്മ അനുഭവിക്കുന്നവർ ഒരു വാക്ക് പോലും നമ്മെ നിന്ദിക്കും. അങ്ങനെ വരുള്ളൂ. ദൈവം അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ കൂടെയാണ് ലോകത്തിൽ ഉപകാരങ്ങളെ ചേർത്തിണക്കിയിട്ടുള്ളത്. മനുഷ്യർ എന്തുപകാരം ചെയ്തിരുന്നാലും ഉപദ്രവമേ കിട്ടത്തുള്ളൂ എന്ന് നമ്മുടെ നാട്ടിലൊക്കെ ഒരു പഴഞ്ചൊല്ലില്ലേ? അത് യഥാർത്ഥമായി ഒരു സാധാരണയായി സംഭവിക്കുന്ന വിഷയങ്ങളല്ല. ദൈവം അങ്ങനെ ആക്കി തീർക്കുന്നതാണ്. ഈ ലോകത്തിൽ ബഹുമാനം നാം പ്രതീക്ഷിക്കരുത്. ഈ ലോകത്തിൽ മാന്യത നാം പ്രതീക്ഷിക്കരുത്. ഈ ലോകത്തിൽ പ്രതിഫലം നാം പ്രതീക്ഷിക്കരുത്. ദൈവം നമ്മെ ദാസന്മാരായി നിയോഗിച്ചിട്ടുള്ള നിയോഗത്തിൻ്റെ ഏറ്റെടുത്ത് നമ്മുടെ ജീവിതത്തിൽ സഫല്യമാകുമ്പോൾ, പ്രിയപ്പെട്ട ദൈവത്തിൻ്റെ ജനമേ, ഒരു ദാസനിലുള്ളതായ ചിന്താഗതി വളരെ വ്യത്യാസമായി നമ്മുടെ ജീവിതത്തിലേക്ക് ഇഴങ്ങി വരുന്നതായി നമുക്ക് കാണുവാൻ കഴിയും. ഈ പ്രഭാതത്തിൽ നമ്മുടെ ഹൃദയത്തെ ദൈവം നമ്മിൽ ആരംഭിച്ചതായ നിയോഗങ്ങളുടെ ഒരാരംഭമായി കണക്കാക്കുമെങ്കിൽ, സ്തോത്രം, ഈ പ്രഭാതത്തിൽ ദൈവത്തിൻ്റെ ആത്മാവ് തന്നതായ ശക്തിയേറിയ വചനം അതാണ്. സാധാരണയായി നമ്മൾ കേട്ടിട്ടുള്ളതായിരിക്കാം, വായിച്ചിട്ടുള്ളതായിരിക്കാം. എന്നാൽ ചില ഹൃദയങ്ങളെ തൊടുമാറ് ദൈവം പറയുകയാണ്, തന്നോട് കൽപ്പിച്ചത് ദാസൻ ചെയ്തതുകൊണ്ട് അവന് നന്ദി പറയുമോ? ഔവണ്ണം നിങ്ങളോട് കൽപ്പിച്ചതൊക്കെയും ചെയ്ത ശേഷം ഞങ്ങൾ പ്രയോജനമില്ലാത്ത ദാസന്മാർ, ചെയ്യേണ്ടതേ ചെയ്തിട്ടുള്ളൂ എന്ന് നിങ്ങളും പറവി. ആ പറയുമ്പോൾ നമ്മുടെ ഹൃദയം ദൈവത്തിൻ്റെ സ്നേഹത്താൽ നിറയുന്നത് നമുക്ക് കാണുവാൻ കഴിയും. അങ്ങനെയാണ് ദൈവത്തിൻ്റെ സ്നേഹം മനുഷ്യ ഹൃദയങ്ങളിലേക്ക് താണിറങ്ങി വരുന്നത്. ദൈവത്തിൻ്റെ സ്നേഹം നമുക്ക് നൽകിയിട്ടുള്ള പരിശുദ്ധാത്മാവിനാൽ നമ്മളുടെ ഹൃദയങ്ങളിൽ പകർന്നിരിക്കുന്നുവല്ലോ. അപ്പോൾ ആ പരിശുദ്ധാത്മാവിൻ്റെ ചിന്താഗതിയാണ് നമ്മുടെ ഹൃദയത്തിൽ ഒരു താഴ്മയുടെ ഹൃദയം, ഒരു ദാസൻ്റെ ഹൃദയം. കർത്താവ് ഈ ഭൂമിയിൽ വന്നപ്പോൾ ദാസൻ്റെ വേഷമെടുത്തു. അവൻ ദൈവസ്വരൂപത്തിലിരിക്കെ, ദൈവത്തോട് സമാനായിരിക്കെ, ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിക്കണമെന്ന് വെച്ചുകൊള്ളാതെ, അങ്ങനെ എണ്ണാതെ ചിന്തിക്കാതെ ദാസൻ്റെ വേഷമണിഞ്ഞു, മനുഷ്യവേഷമണിഞ്ഞു. മനുഷ്യൻ എന്ന് പറഞ്ഞാൽ ദാസൻ. ആ ദാസന് ചില കൽപ്പനകളുണ്ട്. മനുഷ്യനെ ദൈവം യജമാനനായി കാണുവാൻ ആഗ്രഹിക്കുന്നില്ല. യജമാനന്മാർക്ക് വലിയ വീഴ്ചകൾ വരും. എന്നാൽ ദാസനിൽ
അനേക കാര്യങ്ങൾ ദൈവത്തിന് വേണ്ടി ചെയ്യുവാൻ കഴിയും. പ്രിയപ്പെട്ട ദൈവത്തിൻ്റെ മക്കളെ, ഈ പ്രഭാതം നിങ്ങളിലെ ദാസൻ്റെ ഹൃദയത്തെ ദൈവം ഉണർത്തുമാറ് അത്ഭുതമായ ഒരു സ്വഭാവം നമ്മളിൽ തരുവാൻ സാധ്യമായി തീരട്ടെ. നമ്മുടെ തലമുറകളിൽ ആ സ്വഭാവം കടന്നു വരുമ്പോൾ നമ്മുടെ ഭവനത്തിൽ സമാധാനം അലയടിക്കുന്നത് നമ്മുടെ കണ്ണുകൾ കൊണ്ട് കാണുവാൻ കഴിയും. അനേക വിഷയങ്ങളുടെ മുമ്പിൽ, നാം ഇതുവരെയും പരിഹാരം കാണാത്ത വിഷയങ്ങളുടെ മുൻപിൽ നാം ദൈവത്തിൻ്റെ ദാസന്മാരെന്ന പരിവേഷം അണിയുമ്പോൾ അവിടെയൊക്കെയും ഒരു പരിഹാരത്തിൻ്റെ വഴി തെളിയുന്നത് നമ്മുടെ കണ്ണുകൊണ്ട് കാണുവാൻ കഴിയും. അതാണ് ദൈവത്തിൻ്റെ സ്നേഹം. ദൈവത്തിൻ്റെ സ്നേഹം നമുക്ക് നൽകപ്പെട്ട പരിശുദ്ധാത്മാവിനാൽ നമ്മുടെ ഹൃദയങ്ങളിൽ പകരുമാറാകട്ടെ. വീണ്ടും നാം ഇന്ന് വായിച്ചതായ വേദഭാഗത്തിലേക്ക് കടന്നു വരാം. തന്നോട് കൽപ്പിച്ചത് ദാസൻ ചെയ്തത് കൊണ്ട് അവൻ ആരെങ്കിലും നന്ദി പറയുമോ? ഇല്ല. ഔവണ്ണം തന്നെ നിങ്ങളോട് കൽപ്പിച്ചതൊക്കെയും ചെയ്ത ശേഷം, കർത്താവേ, ഞങ്ങൾ പ്രയോജനമില്ലാത്ത ദാസന്മാർ, ഞങ്ങളിൽ പുകഴുവാൻ ഒന്നും ചെയ്തിട്ടില്ല, ചെയ്യേണ്ടതേ ചെയ്തിട്ടുള്ളൂ എന്ന് നിങ്ങളും പറയുവിൻ. ഇതൊരു ദിവസത്തേക്കുള്ളതായ കൽപ്പനയല്ല. കർത്താവിൻ്റെ മഹത്വ പ്രത്യക്ഷത വരെയും തൻ്റെ പ്രത്യക്ഷതയിൽ ആശ്വസിച്ചിരിക്കുന്ന ദൈവത്തിൻ്റെ മക്കൾ അവർ ഉൾക്കൊള്ളേണ്ടതായ ഒരു വലിയ പരിവേഷമാണ്, ഒരു ഭാവനയാണ്, ഒരു ചിന്താഗതിയാണ്, ഒരു ഉറച്ച ഒരു മേൽനോട്ടത്തിൽ കൂടെ പോകുന്നതായ ഒരു പ്രവൃത്തിയാണ്, ഒരു ശുശ്രൂഷയാണ്. ആ ശുശ്രൂഷയ്ക്കായി നമ്മളെ തന്നെ ഈ പ്രഭാതത്തിൽ സമർപ്പിക്കാം. ദൈവം നമ്മെ ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ഗോഡ് ബ്ലെസ് യു.